ഉമിക്കരി, ഉപ്പ്, ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പല്ല് തേക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് ഒരാളോട് പറയാം നിങ്ങൾ ഇത് ചെയ്താൽ നിങ്ങളുടെ പല്ലിന് കേടുവരും എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് മിണ്ടാതിരിക്കുന്നതല്ലേ? അല്ല, അവരുടെ പല്ല് പോയാൽ നമുക്ക് ജോലിയാണല്ലോ. There are a lot of people who put comments saying നിങ്ങൾ ഫണ്ടഡ് അല്ലേ, പേസ്റ്റ് കമ്പനിക്കാർ നിങ്ങൾക്ക് പൈസ തന്നിട്ടല്ലേ. ഈ പറയുന്നവന്മാരും ബ്രഷ് ചെയ്ത് തന്നെയാണ് നീക്കുന്നത്. മാവിന്റെ ഇല തേങ്ങയൊന്നും അല്ല. എങ്ങനെയാണ് മാവിന്റെ ഇല വെച്ചിട്ടോ മാവിന്റെ കമ്പ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ക്ലാരിറ്റിയിൽ പല്ല് തേക്കാൻ പറ്റുന്നത്? ഇങ്ങനെ അമർത്തി തേച്ചോണ്ട് പല്ല് താഴണമെന്നില്ല, അമർത്തി തേച്ചോണ്ട് പല്ല് വെളുക്കണമെന്നില്ല. ഇത് തേഞ്ഞ് പോകത്തേ ഉള്ളൂ. ചാർക്കോൾ ഇസ് എ നെയിം. It's not charcoal there. They don't put charcoal കിലോ കണക്കിന് ഇട്ടിട്ട് ഉണ്ടാക്കുന്ന സാധനമല്ല. This is marketing gimmicks. ഡെയിലി മൗത്ത് വാഷ് യൂസ് ചെയ്യുന്നത് പല്ലിന് നല്ലതാണോ? ബൈ ബുക്ക് ഒരു റെഗുലർ യൂസ് മൗത്ത് വാഷ് ഇല്ല. മറ്റേ പാട്ടിലൊക്കെ അപ്പൊ ഒരു പരസ്യം കേട്ട് കഴിയുമ്പോൾ പല്ല് തേക്കുന്ന ഒഴിവാക്കിയിട്ട് ഈ സാധനം ഉപയോഗിച്ചിട്ട് ആൾക്കാർ നടക്കും. ലിറ്റർ കണക്കിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനം വിൽക്കണ്ടേ? നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന ബാസ് ടെക്നിക് എന്ന് പറയുന്ന അത്യാവശ്യം നല്ല രീതിയിൽ സാധാരണ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കാണ്. ചെറിയ പിള്ളേർക്ക് പല്ല് തേക്കാൻ വല്ല മെത്തേഡുകളൊക്കെ ഉണ്ടോ ഡോക്ടറെ? എന്റെ കയ്യിൽ വേറൊരു സാധനമുണ്ട്. സംതിങ് കോൾഡ് യു ഷേപ്പ് ബ്രഷ്. പിള്ളേർക്ക് ഇത് ഭയങ്കര ഫണ്ണാണ് ഉപയോഗിക്കാൻ. വായിൽ വെക്കുക, ഇങ്ങനെ 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 മൂവ് ചെയ്യുക, ഇങ്ങനെ 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 ചെയ്യുക. ആസ് എ ഡോക്ടർ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കും. ആസ് എ ഡെന്റിസ്റ്റ് ഐ ആം സ്പീക്കിംഗ് സയൻസ് ബാക്ക് സ്റ്റഫ്. നമ്മൾ കൂടുതലും മൗത്ത് വാഷ് യൂസ് ചെയ്യാറുണ്ട്. ഡെയിലി മൗത്ത് വാഷ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. ചില ആളുകൾ പറയും മൗത്ത് വാഷ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സാനിറ്റൈസറിന്റെ ഒരു ടേസ്റ്റ് ആണ് ഉള്ളത്. ശരിക്കും നമ്മൾ ഡെയിലി മൗത്ത് വാഷ് യൂസ് ചെയ്യുന്നത് പല്ലിന് നല്ലതാണോ? അല്ലെ പല്ലിന്റെ കാൽഷ്യം കുറയോ? അല്ലെങ്കിൽ അൾസേഴ്സ് പോലുള്ള സംഭവങ്ങൾ ഈ മൗത്ത് വാഷ് യൂസ് ചെയ്തതിനെ കൊണ്ട് വരാൻ സാധ്യതയുണ്ടോ? മൗത്ത് വാഷ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പല തെറാപ്യൂട്ടിക് റിക്വയർമെന്റിനാണ് ശരിക്കും അത് ഉണ്ടാക്കിയത്. ഓൾറെഡി ഉള്ള മൗത്തിൽ ഇപ്പൊ അൾസർ പോലത്തെ കണ്ടീഷൻസ് ഉണ്ടാവുന്ന സമയത്തോ ജനറലൈസ്ഡ് ആയിട്ട് ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സമയത്തൊക്കെ ആയിട്ട് ചിലപ്പോൾ ഗംസിന്റെ ഇഷ്യൂസ് ഉള്ളപ്പോഴൊക്കെ മൗത്ത് വാഷ് സജസ്റ്റ് ചെയ്യാറുണ്ട്. ബൈ ബുക്ക് ഒരു റെഗുലർ യൂസ് മൗത്ത് വാഷ് ഇല്ല. കാരണം അതിൽ ആന്റിസെപ്റ്റിക് എലമെന്റ്സ് ഉണ്ട്. എലമെന്റ്സ് ഇൻ ദ സെൻസ് ആന്റിസെപ്റ്റിക് ഇൻവോൾവ് ആയിട്ടുള്ള മൗത്ത് വാഷസ് ഉണ്ട്. ബാക്കി തെറാപ്യൂട്ടിക് ഏജൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ജസ്റ്റ് സ്മെല്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലെ ആൽക്കഹോൾ ഉള്ളതുകൊണ്ട് ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ളതുകൊണ്ട് തെറാപ്യൂട്ടിക് പർപ്പസുകൾ ചിലപ്പോൾ സെൻസിറ്റിവിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കാം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും ബൈ ബുക്ക് അല്ലെങ്കിൽ ആസ് പെർ ദി സിസ്റ്റം ഇറ്റ് ഈസ് നോട്ട് സജസ്റ്റഡ് ടു യൂസ് റെഗുലർലി. പക്ഷെ കമ്പനിക്കാരിത് മാർക്കറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു നല്ല ബ്രത്ത് കിട്ടുന്നു എന്നുള്ള രീതി വരുമ്പം പല്ല് തേക്കുന്ന ഒഴിവാക്കിയിട്ട് ഈ സാധനം ഉപയോഗിച്ചിട്ട് ആൾക്കാർ നടക്കും. അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അത് റെഗുലർലി യൂസ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്, യു ക്യാൻ ഹാവ് ടേസ്റ്റ് ഓൾട്ടറേഷൻസ്. അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. ഓക്കെ, ടേസ്റ്റ് ഓൾട്ടറേഷൻസ് ഉണ്ടാവാം. നമുക്ക് ഇതില് ഒരു മെയിൻ ആയിട്ടുള്ള പ്രശ്നം വെച്ചാൽ ഇതിൽ ഉപയോഗിക്കുന്ന ആന്റിസെപ്റ്റിക് ആന്റി ബാക്ടീരിയൽ സാധനങ്ങള് they don't know which bacteria to kill. നമ്മുടെ ബോഡിയിൽ തന്നെ ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ബാക്ടീരിയാസ് ഉണ്ട്. നമുക്ക് ഗുണമുള്ളതും നമുക്ക് ഗുണമില്ലാത്തതും അവിടെ ഇങ്ങനെ ജീവിച്ചു പോകുന്നതായിട്ടുള്ള കുറെ ബാക്ടീരിയാസ് നമ്മുടെ വായിലുണ്ട്. ഈ ഒഴിക്കുന്ന മൗത്ത് വാഷിന് അറിയില്ലല്ലോ. അതിപ്പോ നമ്മളിപ്പോ ഒരു ലൈസോൾ അതുപോലത്തെ സംഭവങ്ങൾ ഇട്ടിട്ട് നമ്മൾ സർഫസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നിടത്ത് ആകെ ടിങ്കും മിങ്കും എന്ന് പറഞ്ഞ 2 ബാക്ടീരിയ ആണല്ലോ ലാസ്റ്റ് നിൽക്കുന്നത്. ബാക്കി 98 മരിച്ചു. അതുപോലെ തന്നെ നമ്മുടെ വായിലേക്ക് ഇത് ഒഴിക്കുന്ന സമയത്ത് നമുക്കിപ്പോ വായിൽ ആവശ്യമുള്ള നല്ല ബാക്ടീരിയാസിനെയും കൂടെ അത് എടുക്കും. പക്ഷെ നമുക്കൊരു ഓറൽ ഇഷ്യൂ, ഒരു ഗം ഇഷ്യൂ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉള്ള സമയത്ത് വി നീഡ് ദാറ്റ് തെറാപ്യൂട്ടിക്കലി ദെയർ. അതായത് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അവിടുന്ന് പോകാൻ വേണ്ടി ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ചെറിയ വിൻഡോ പീരീഡിൽ നമ്മൾ എല്ലാത്തിനെയും റിമൂവ് ചെയ്തു എന്ന് വെച്ചാൽ നമുക്ക് പ്രശ്നം വരില്ല. പക്ഷെ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന സമയത്ത് വായിലുള്ള നല്ല ബാക്ടീരിയാസ് നമുക്ക് പോവാം. Okay, so those things which take care about the regular common cells, ഞാൻ പറഞ്ഞ common cells എന്ന് പറയുന്നത് നമ്മളുമായിട്ട് മിങ്കിൾ ചെയ്ത് ജീവിക്കുന്ന നോർമൽ ബാക്ടീരിയാസും കൂടെ അതിൻ്റെ കൂടെ പോകും. അപ്പൊ നമ്മുടെ റെഗുലർ വായിലുള്ള ഫംഗ്ഷനുകളിലേക്ക് അത് ഓൾട്ടറേഷൻസ് സംഭവിക്കാം. സ്ഥിരമായിട്ട് വായിലേക്ക് ഇങ്ങനത്തെ ആൽക്കഹോൾ ഉള്ള സാധനങ്ങളൊക്കെ ചെല്ലുന്ന സമയത്ത് നാക്കിലെ ടേസ്റ്റ് ബഡ്സിലും ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഉള്ള ഓരോ ചെറിയ ചെറിയ നെർവ് എൻഡിങ്സിലൊക്കെ വ്യത്യാസങ്ങൾ വരാം.
ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. ഇതെല്ലാരും ഈ ഒരു ഈ മാർക്കറ്റിങ്ങിന്റെ പിറകിൽ പോകുമ്പോഴാണ് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര സ്മെല്ല് വരുന്നു. അപ്പം മറ്റേ പാട്ടിലൊക്കെ അപ്പൊ ഇതൊക്കെ ഇതുകൊണ്ടാണ് ആൾക്കാര് അത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതിന്റെ പേർപ്പസ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കാര്യം. മൗത്ത് വാഷ് നമുക്കപ്പോ വീക്ക്ലി എത്ര വട്ടം യൂസ് ചെയ്യാൻ പറ്റും? നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മേ ബി കണ്ടിന്യൂസ് ഒരു 5 days യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ 3-4 ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ട്രീറ്റ്മെന്റ് ടൈം കഴിഞ്ഞു. പിന്നെ അത് മെയിൻ്റനൻസ് ഫേസ് അതിനുള്ള. പിന്നെ അടുത്ത ഒരാഴ്ച ചിലപ്പോൾ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ഉപയോഗിക്കേണ്ട ആവശ്യം വരുള്ളൂ. ഇത് ഞാൻ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, ഇത്രയും പോലും ഉപയോഗിക്കത്തില്ല. മനസ്സിലായി? ഇത് ആഫ്റ്റർ ദാറ്റ് ഇഫ് യു വാണ്ട് വൺസ് ഇൻ എ വീക്ക് യു ക്യാൻ. അതിന്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷെ ഈ ലിറ്റർ കണക്കിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനം വിൽക്കണ്ടേ? മനസ്സിലായോ? അപ്പൊ ഒരു പരസ്യം കേട്ട് കഴിയുമ്പോൾ ആവശ്യമുള്ളവനും ഇല്ലാത്തവനൊക്കെ അത് മേടിച്ചോണ്ട് പോകും. അതിന്റെ ആവശ്യം ഇല്ല ശരിക്കും. ഞാൻ വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഇത് സജസ്റ്റ് ചെയ്യാറുള്ളത്. പിന്നെ കൂടുതൽ നമ്മൾ സജസ്റ്റ് ചെയ്യാൻ പെരിഡോണ്ടിസ്റ്റ് ആണ്. നമ്മുടെ മോണയുടെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്ന സമയത്തും നമ്മൾ പോസ്റ്റ് സർജിക്കൽ കെയർ, അതായത് ഇപ്പൊ ഒരു സർജറി വായിൽ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഒരു ചരിഞ്ഞടക്കുന്ന ഒരു പല്ല് എടുത്തു, ഈ പേഷ്യന്റ് പോവാണ്, അവള് ഭക്ഷണമൊക്കെ കഴിക്കുന്നതാണ്, സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്ന സിറ്റുവേഷൻ, ആ വൂണ്ട് ഇൻഫെക്റ്റഡ് ആവാം. അപ്പൊ അതിന്റെ ഇൻഫെക്ഷൻ നമ്മളിപ്പോ ഡെറ്റോൾ വെച്ച് ക്ലീൻ ചെയ്യല്ലോ, നമ്മൾ ഡ്രസ്സിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ വായിലും ഒരു ക്ലീൻ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡൈല്യൂട്ടഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറയാറുണ്ട്. അതിന്റെ ഒരു ഹീലിംഗ് പീരീഡ് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചിലർ അത് ക്യാരി ഫോർവേഡ് ചെയ്യും ബിക്കോസ് ഓഫ് ദ സ്മെൽ. They feel it is fresh. ഞാൻ ഇതുവരെ ഒരു ഡെന്റിസ്റ്റുകളും ഈ ആയുർവേദപരമായിട്ടുള്ള ടൂത്ത് പേസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്യുന്ന കണ്ടിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ചെറുപ്പത്തിലെ അമ്മമാരെ നമുക്ക് മുക്കരിയിട്ട് പല്ലേപ്പിച്ചു തരും, നല്ലപോലെ വെളുക്കുന്നു പറയും. പിന്നെ KP നമ്പൂതിരീസിന്റെ പൊടി അതിട്ടിട്ട് പല്ല് തേപ്പിക്കും, നല്ലതാണ്, KP നമ്പൂതിരീസ് ബ്രാൻഡാണ്, നല്ലതാണ് എന്ന് പറയാറുണ്ട്. പിന്നെ ഒരുപാട് ആയുർവേദ ടൂത്ത് പേസ്റ്റുകൾ നമ്മളെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, പതഞ്ജലി ഒക്കെ പോലെയുള്ള. പക്ഷെ ഞാൻ ഒരു ഡെന്റിസ്റ്റുകളും ആയുർവേദപരമായിട്ടുള്ള ടൂത്ത് പേസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്യുന്ന കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ഇതിൽ കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊന്നും പറയുന്നില്ല. ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു പിക്ക് അപ്പ് എനി പെർട്ടിക്കുലർ ബ്രാൻഡ്. പക്ഷെ ഞാൻ പറയുന്നത് കാര്യം വെച്ചാൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഒരു പേസ്റ്റിന്റെ റിക്വയർമെന്റ് ഉണ്ട്. പേസ്റ്റ്, ഒരു ഐഡിയൽ ഡെന്റൽ ടൂത്ത് പേസ്റ്റ് അല്ലെങ്കിൽ ഡെന്റൽ ക്രീം, ഇതിന് റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോർമുലേഷൻ ഉണ്ട്. എല്ലാ പേസ്റ്റുകളും ഇത് തന്നെയാണ്. ഇത് ഫോളോ ചെയ്തില്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ വരാൻ പറ്റില്ല. പ്രൊവൈഡഡ് ദ ഗവൺമെന്റ് ഈസ് ഹാവിംഗ് സ്ട്രിക്ട് റെഗുലേഷൻ. ഞാൻ അങ്ങനെ അസ്യൂം ചെയ്യുന്നു, ഇന്ത്യൻ ഗവൺമെന്റ് ഹാസ് എ സ്ട്രിക്ട് റെഗുലേഷൻ എന്ന് അസ്യൂം ചെയ്യുന്നു. ആയുർവേദ ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആയുർവേദപരമായിട്ടാണോ അത് ഉണ്ടാക്കിയേക്കുന്നതെന്ന് നോക്കണം. ഐ യു ഷുവർ അബൌട്ട് ഇറ്റ്? KP നമ്പൂതിരീസ് എന്ന് പറയുന്ന ഇതൊക്കെ നമ്മൾ പണ്ട് മുതലേ ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. ഇതിലാകെയുള്ള ഒരു പ്രോബ്ലം ഉമിക്കരിയുടെ കാര്യം പറഞ്ഞു. ഞാൻ ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഐ എം നോട്ട് അഗൈൻസ്റ്റ് എനി ഓഫ് ദിസ് തിങ്സ്. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പൊ ഉമിക്കരിയോട് പറയാം, KP നമ്പൂതിരീസ് ഉണ്ടാക്കുന്നത് എന്താന്നുള്ളത് എനിക്ക് അറിയില്ല. അവരുടെ പേസ്റ്റ് ഫോർമുലേഷൻ FSSAI അംഗീകരിച്ചിട്ടുള്ളതാണെന്ന് വിചാരിക്കാം. FSSAI എന്ന് പറയുന്ന നമ്മുടെ ഗവൺമെന്റ് ബോഡി അംഗീകരിച്ചിട്ടുള്ളതാണ്. യു ക്യാൻ യൂസ് ഇറ്റ്. ഗവൺമെന്റ് സേസ് യു ക്യാൻ യൂസ് ഇറ്റ്. യെസ് യു ക്യാൻ. ദാറ്റ് മീൻസ് അവർക്ക് ആ ഫോർമുലേഷൻസ് കറക്റ്റ് ആണെന്നാണല്ലോ എന്റെ അർത്ഥം. ആയിക്കോട്ടെ, ഉപയോഗിക്കണ്ടെന്ന് നമ്മൾ ഒരു ഡെന്റിസ്റ്റും പറയുന്നില്ല. നമ്മൾ ടേക്ക് ഉമിക്കരിയുടെ ചുമന്നുകൊണ്ട് പോകാൻ ഇപ്പൊ വേറെ ആരും ഇല്ലല്ലോ. ഉമിക്കരി, ഉപ്പ്, ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പല്ലേക്കുന്ന ആൾക്കാരുണ്ട്, ഇപ്പോഴും ഉണ്ട്. സോ നമ്മളിത് എഡ്യൂക്കേറ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സിമ്പിൾ ആയിട്ട് ആലോചിക്കണം, ഇത് ഇങ്ങനെയൊക്കെ തേച്ചാൽ പല്ല് പോവും എന്ന് പറയുന്നതിനേക്കാൾ മിണ്ടാതിരിക്കുന്നതല്ലേ ഡെന്റിസ്റ്റിന് നല്ലത്? അല്ല, അവരുടെ പല്ല് പോയാൽ നമുക്ക് ജോലിയാണല്ലോ. സാധാരണ ആൾക്കാർ മനസ്സിലാക്കാത്തൊരു കാര്യം, ഇപ്പൊ നമുക്ക് ഒരാളോട് പറയാണ് നിങ്ങൾ ഇത് ചെയ്താൽ നിങ്ങളുടെ പല്ലിന് കേടുവരും എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് മിണ്ടാതിരിക്കുന്നതല്ലേ? നമുക്ക് ചെയ്യാം, നമുക്കതല്ലേ ഗുണം. അത് ചെയ്യാതെ നമ്മളൊരു ആസ് എ ഡോക്ടർ നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ ആണ്. നമുക്കിപ്പം ഉമിക്കരി ആണെങ്കിലും ഉപ്പാണെങ്കിലും ഇത് നമ്മുടെ ഒരു കുറെ നാളുകൾ, അതായത് നമ്മൾ ഈ ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു സിസ്റ്റമാണ്. നമ്മൾ എന്നോട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പറയുന്ന സമയത്ത് there are a lot of people who put comments saying ഇത് നിങ്ങൾ ഫണ്ടഡ് അല്ലേ, പേസ്റ്റ് കമ്പനിക്കാർ നിങ്ങൾക്ക് പൈസ തന്നിട്ടല്ലേ, ബ്രഷ് കമ്പനിക്കാർ ബ്രഷ് ഇത് തന്നിട്ടല്ലേ, നിങ്ങൾക്ക് മിസ്വാക്ക് മാവിൽ ഉപയോഗിച്ച് തേച്ചെന്താ കുഴപ്പം?
സൂര്യ എന്ന് പറയാം മാവില ഉപയോഗിച്ച് തേക്കുന്നതാണോ ബ്രഷ് ഉപയോഗിച്ച് തേക്കുന്നതാണോ പല്ലിന്റെ ഇടയിൽ ക്ലീൻ ആക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത്? വാട്ട് യു തിങ്ക്? ഞാനൊരു 5ാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോ ഇപ്പൊ അമ്മേന്റെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ അമ്മയുടെ അമ്മ എനിക്ക് ഈ മാവിന്റെ ഇല വെച്ച് തേച്ച് തന്നിട്ടുണ്ട്, പല്ല് തേച്ച് തന്നിട്ടുണ്ട്, ഉമിക്കരി വെച്ച് തേച്ച് തന്നിട്ടുണ്ട്, ഉപ്പിട്ടിട്ട് തേച്ച് തന്നിട്ടുണ്ട്. അപ്പൊ അവര് പറയും പല്ല് വെളുക്കും, പല്ല് നല്ലപോലെ വെളുക്കും എന്ന് പറഞ്ഞിട്ട് തേച്ച് തന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര വേദന എടുക്കാറുണ്ട് ആ സമയത്ത്. ഇത് ടെക്നോളജി സയൻസ് ഒക്കെ അഡ്വാൻസ് ചെയ്യുമ്പോൾ നമ്മള് ആളുകൾക്ക് സൗകര്യപ്രദവും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതെ, എങ്ങനെയാണ് മാവിന്റെ ഇല വെച്ചിട്ടോ മാവിന്റെ കമ്പ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ക്ലാരിറ്റിയിൽ പല്ല് തേക്കാൻ പറ്റുന്നത്? പല്ല് തേക്കുന്നത് വെളുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ല എന്നുള്ളത് ആളുകൾ മനസ്സിലാക്കുന്നില്ല. ഇത് ഒരു 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 എന്താ ഒരു ആർഗ്യുമെന്റ് മോഡാണ് എന്ത് പറയുമ്പോഴും. നിങ്ങൾ ബിക്കോസ് നിങ്ങൾ മറ്റേ ആൾക്കാരാണ്, നിങ്ങൾക്ക് ഇന്ത്യയുടെ മറ്റേ സമ്പത്ത് മറ്റേ ആയുർവേദത്തിന്റെ ഇത് അറിയത്തില്ല. നമ്മൾ ആയുർവേദത്തിനെതിരെ വല്ല ഒന്നുമല്ല, നമ്മളൊരു ട്രൂ നേച്ചർ ഓഫ് കാര്യമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് പല്ല് ഇതാവുന്നു. ഈ പറയുന്നവന്മാരും ബ്രഷ് ചെയ്ത് തന്നെയാണ് നീക്കുന്നത്, മാവിന്റെ ഇലയും തേങ്ങയൊന്നും അല്ല. ഇവര് പറയുന്ന സാധനം ബേസിക്കലി ഇവരൊക്കെ ഈ ഒരു ആർഗ്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്നവരാണ്. അവരുടെ വീട്ടിലും പേസ്റ്റും ബ്രഷും തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇതെന്താ ഉപയോഗിച്ച കുഴപ്പം? ഇവർക്കൊക്കെ പൈസ കിട്ടിയിട്ടാണ്. അങ്ങനെ പൈസ കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, കാരണം അത്രയധികം നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അത് ഫോർ കോമൺ ഗുഡ് ആണ് നമ്മൾ പറയുന്നത്. നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ഉള്ള എഫിക്കസി ഒരിക്കലും വേറെ ഒരു സംഭവത്തിന് കിട്ടില്ല. For the people, government has regulated paste in the formulation. Paste in the abrasives വേണം on this micron size. Paste in the antiseptic സാധനം വേണം of this much parts per million. അതിനൊരു ഹ്യൂമെക്ടന്റ് വേണം to maintain the moisture. അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ടേസ്റ്റും ഇതിന് ഇങ്ങനെ വേണം. ഓരോ കമ്പനിക്കാരുടെ രീതിയാണ്. വേദശക്തി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ആയുർവേദം ഉണ്ട്, കണ്ടിട്ടുണ്ടായില്ല ആയുർവേദം മരുന്ന് ഒഴിക്കുന്നത്. സോൾട്ട് ഉണ്ട് എന്ന് പറയുന്നത്. എന്തോരം സോൾട്ട്, ഏത് സൈസിലുള്ള സോൾട്ട്. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കല്ലുപ്പോ പൊടിയുപ്പോ വെച്ചിട്ടല്ല അവരത് ചെയ്യണേ. ഓക്കെ, ചാർക്കോൾ എന്ന് പറയും. ചാർക്കോൾ എന്ന് പറഞ്ഞാൽ ഉമിക്കരിയുടെ, പക്ഷെ അതിന്റെ ഏറ്റവും ഫൈനസ്റ്റ് സാധനം ആ കളറുമാണ് അതിൽ വരുന്നത്. ഇറ്റ്സ് നോട്ട് റിയലി ചാർക്കോൾ ദേ പുട്ട് ദേർ. ചാർക്കോൾ ഇസ് എ നെയിം, ഇറ്റ്സ് നോട്ട് ചാർക്കോൾ ദേർ. പീപ്പിൾ ജസ്റ്റ് go wrong in identifying these things. Just marketing gimmicks. They don't put charcoal കിലോ കണക്കിന് ഇട്ടിട്ട് ഉണ്ടാക്കുന്ന സാധനം അല്ല. പക്ഷെ നമ്മൾ ഇവിടെ എന്താ ചെയ്യണം, നമ്മൾ ചാർക്കോളും ഇത് ഇട്ടിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അബറേഷൻ വരും. ഇനാമൽ ഭയങ്കര സ്ട്രോങ് സാധനമാണെന്ന് പറയും, ബട്ട് ഇറ്റ് ഈസ് ഇൻ ദ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും ഹാർഡ് ആയിട്ടുള്ള സാധനം. ഡസ് ഇറ്റ് മീൻ ദാറ്റ് ഇറ്റ് ഈസ് ഹാവിങ് അബ്രേസീവ് റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിന്റെ അബറേഷൻ കൂടുതലാണെങ്കിൽ ഈ തേയുമ്പോ തന്നെ തേഞ്ഞു പോവും, ഇനാമിൽ നഷ്ടപ്പെടും. ഇത് പക്ഷെ പറയുമ്പം ഇതിനെ എതിർക്കാനുള്ള ഒരു മെന്റാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെയാണ് ഈ ആർഗ്യുമെന്റ്സ് റേസ് ചെയ്യുന്നത്. ബേസിക്കലി ഇങ്ങനത്തെ സംഭവങ്ങൾക്ക് ഈ അബ്രേഷൻ കൂടുതലാണ്. പണ്ടത്തെ ആൾക്കാർക്കൊന്നും പല്ലിന് പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ, പറയുന്നത്. പക്ഷെ ഹൂ സെഡ്? പണ്ട് പല്ലില്ലാതെ രണ്ട് ഫ്രണ്ടിൽ പല്ലില്ലാണ്ട് നടന്നായിരുന്ന ആരും ചോദിക്കൂല. വായിൽ നിറച്ച് ഒറ്റ പല്ലില്ലെങ്കിലും ചോദിക്കൂല. പണ്ട് ഒരു പല്ലിന് കേട് വന്ന ആ പല്ല് പറിച്ചു കളയും. ബിക്കോസ് ദർ വാസ് നോ പ്രോപ്പർ ഡെന്റൽ ട്രെയിനിങ് ഫോർ ഡൂയിങ് റൂട്ട് കനാൽസ്, ക്രൗൺസ് കൊടുക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക, സേവ് ചെയ്യുക, അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നിട്ടില്ല. നമ്മുടെ പഴയ ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരുപാട് പേര് പല്ലില്ലാത്തവരുണ്ട്. ഇടഞ്ചിലിസം കൂടുതലാണ്, പല്ലില്ലാത്ത അവസ്ഥ വളരെ കൂടുതലാണ്. അന്ന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു പല്ല് തേഞ്ഞ് പണ്ടാരടങ്ങിയിരിക്കുന്ന ആരും കണ്ടിട്ടില്ല. ഇതിനൊരു ഇവാലുവേഷൻ ഇല്ലാതെ വെറുതെ അങ്ങ് അടച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ് പണ്ടൊന്നും ഇതിനൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലോ എന്ന് പറയുന്നത്. അവർക്ക് ഒരു ഡേറ്റ ഇല്ലാതെ സംസാരിക്കുന്നവരാണ്. സോ വെൻ യു ടോക്ക്, എന്താ പറയാ, ഫാക്ച്വൽ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് യു ഷുഡ് നോ ദാറ്റ് ഇതൊക്കെ പറയുന്നതും ഇതൊക്കെ പ്രോപ്പർ സർവേയുടെ ഭാഗമായിട്ടാണ്. പേസ്റ്റ് ഉപയോഗിച്ച് പല്ലേക്കുന്ന ആൾക്കാർക്ക് ഇന്ന മാതിരത്തെ സംഭവങ്ങളാണ്, പേസ്റ്റ് ഇല്ലാതെ വെറുതെ പല്ലേക്കുന്ന ആൾക്കാർക്ക് ഇന്ന മാതിരിയാണ്. അപ്പോൾ ഈ പേസ്റ്റിന് എഫിക്കസി ഉണ്ടോ? ഇങ്ങനത്തെ സ്റ്റഡികളുണ്ട്. So we bring in studies which are scientific studies. അപ്പോൾ സയൻസ് ബാക്ക്ഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ആസ് എ ഡോക്ടർ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്, ആസ് എ ഡെന്റിസ്റ്റ്, let me say as a dentist, when I come here and speak, I am speaking science backed stuff. അതിനെ നമ്മുടെ പഴയ ശീലങ്ങളും കൊണ്ടോ പഴയ വിശ്വാസങ്ങളും കൊണ്ടോ എതിർത്തിട്ട് എന്താ കാര്യം? വിശ്വാസത്തിന് സാധനം കൊണ്ടോ പേപ്പർ കൊണ്ടോ
ഐ ഹാവ് ഡോക്യുമെന്റേഷൻസ്, ഐ ക്യാൻ ടോക്ക് വിത്ത് ഡോക്യുമെന്റേഷൻ. നമുക്ക് പേസ്റ്റ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ. ഇതിപ്പോ ആരും ഫണ്ട് ചെയ്തിട്ടല്ല. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇതിന്റെ ഒരു കാര്യം, നീഡ് ഓഫ് ക്ലീനിങ് ഇറ്റ്. ഓക്കെ, ബ്രഷ് പേസ്റ്റ് ഇല്ലാതെ ബ്രഷ് ചെയ്താലും ക്ലീൻ ആവും, എങ്കിൽ അങ്ങനെ ചെയ്യും, പേസ്റ്റ് വേണ്ട. പക്ഷെ നമ്മൾ ഉപ്പും ഉമ്മിക്കരി അങ്ങനത്തെ ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രശ്നം, ഇത് വെളുക്കാന്നുള്ളത് ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. നമ്മൾ പല്ല് തേക്കുമ്പോൾ ക്ലീൻ ആകുമ്പോൾ വെളുത്തിരിക്കുന്നു. പക്ഷെ ബേസിക്കലി പല്ലിന് ചെറിയ ഇളം മഞ്ഞ കളറാണ് നോർമൽ പല്ലിന്റെ കളറ്. അത് വിട്ടിട്ട് ആൾക്കാർ തൂവെള്ള നിറത്തിലുള്ള പല്ലെന്ന് ഒരു ചിന്തയാണത്. എല്ലാവർക്കും ആ കളറല്ല. പലർക്കും അതൊരു ഇച്ചിരി, എന്റെ പല്ല് തന്നെ വളരെ ഇച്ചിരി യെല്ലോയിഷ് കളർ ഉള്ളതാണ്. എല്ലാവർക്കും അത്രയും വൈറ്റ് കളർ പല്ല് ഉണ്ടാവണമെന്നില്ല. ഇങ്ങനെ അമർത്തി തേച്ചോണ്ട് പല്ല് താഴണമെന്നില്ല, അമർത്തി തേച്ചോണ്ട് പല്ല് വെളുക്കണമെന്നില്ല. ഇത് തേഞ്ഞ് പോകത്തേ ഉള്ളൂ. ഇപ്പൊ പല ആൾക്കാരും ഒരു സൈഡ് മാത്രം ഇങ്ങനെ തേഞ്ഞിരിപ്പുണ്ടാവും ചില ആൾക്കാരുടെ. നമ്മൾ നോക്കുമ്പോൾ അവരുടെ ബ്രഷിങ് രീതി അങ്ങനെയാ. ഇപ്പൊ നോർമൽ പേസ്റ്റ് ഉപയോഗിച്ചിട്ടാണെങ്കിലും ഹാർഡ് ബ്രഷ് വെച്ചിട്ട് അവർ നല്ല രീതിയിൽ തേക്കുവാണെങ്കിൽ അവരുടെ കൈയുടെ പവർ കൊണ്ട് തന്നെ ഒരു പാറ്റേണില് ഇനാമിൽ നഷ്ടപ്പെടുന്നതായിട്ട് കാണാറുണ്ട്. അപ്പൊ എന്ത് ചെയ്താലും ഓവറായിട്ട് ചെയ്താൽ ഈ പ്രശ്നം ഉണ്ടാവാം. അതിന്റെ കൂടെ ഈ പറഞ്ഞ ഒരു അബറേഷന് ഒരു കൺട്രോളും ഇല്ലാതെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് വെച്ച് ഉപയോഗിക്കുമ്പോൾ യെസ്, ഇറ്റ് വിൽ ബി ഡെട്രിമെന്റൽ. ഇപ്പൊ ബ്രഷ് ചെയ്യുന്നതിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു സൈഡ് കൂടുതലായിട്ട് ബ്രഷ് ചെയ്യുന്നുണ്ടെങ്കിൽ പല്ല് തേഞ്ഞു പോവും, അല്ലെങ്കിൽ ആ പല്ലിന്റെ നേരെ ഇതായി പോകുന്നൊക്കെ. അപ്പൊ എങ്ങനെയാണ് പ്രോപ്പർ വേ ആയിട്ട് ബ്രഷ് ചെയ്യേണ്ടത് എന്ന് കാണിച്ചു തരാമോ? യെസ്, ഓഫ് കോഴ്സ്. അപ്പൊ നമുക്കിപ്പോ ഒരുപാട് രീതികളുണ്ട് ബ്രഷ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഞാനിപ്പോ പറയുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ബാസ് ടെക്നിക് എന്ന് പറഞ്ഞ സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, പക്ഷെ യു ക്യാൻ alter it according to your convenience. Purpose is to clean that area. അത് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് കാണിക്കാൻ പോകുന്നത് നോർമൽ ഒരു ബ്രഷ് വെച്ചിട്ട് നോർമലി എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഇപ്പൊ കാണിക്കുന്നത്. ഓക്കെ, അപ്പം ബ്രഷ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഫസ്റ്റ് പറയേണ്ട കാര്യം നമ്മൾ എന്തോരം പേസ്റ്റ് ഉപയോഗിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഈ പരസ്യത്തിൽ കാണുന്ന മാതിരി ഇത് നിറച്ചും പേസ്റ്റ് എടുക്കേണ്ട യാതൊരു കാര്യമില്ല. നമുക്കൊരു പീ സൈസ്, അതായത് ചെറിയൊരു കടലയുടെ അത്രയും മാത്രം പേസ്റ്റ് ആണ് നമുക്ക് ആവശ്യമുള്ളൂ. അതൊരു ചെറിയ ഡ്രോപ്പ് ഇവിടെ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് യൂസ് ഇറ്റ് ഓൺ ദ ബ്രഷ് സോ ദാറ്റ് ഈ ബ്രഷിൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ട്രൈ ടു പ്രസ് ഇറ്റ് ഓൺ ടു ദ ടൂത്ത് സോ ദാറ്റ് ഈ ബ്രഷിൻ്റെ ഉള്ളിൽ ഇത് ഈവൻ ആയിട്ട് ഇത് സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ബാസ് ടെക്നിക്ക് എന്ന് പറയുന്ന അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പേസ്റ്റ് ബ്രഷ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധാരണ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കാണ്. അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഈ ബ്രഷിൻ്റെ ഈ സർഫസ് ഏകദേശം ഒരു 2-3 പല്ലുകൾ കൃത്യമായിട്ട് സർഫസിൽ ടച്ച് ചെയ്യും. ഒരു 45 ഡിഗ്രി ആംഗിളിൽ ടുവേർഡ്സ് ഗം പൊസിഷൻ ചെയ്തുകൊണ്ട് നമ്മളൊരു ചെറിയ ടു ആൻഡ് ഫ്രോ മോഷനും ഒരു സ്വൈപ്പിംഗ് മോഷനുമാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ മൂവ് ചെയ്യുക, സ്വൈപ്പ് ചെയ്യുക, ഇങ്ങനെ മൂവ് ചെയ്യുക, സ്വൈപ്പ് ചെയ്യുക, ഇങ്ങനെ മൂവ് ചെയ്യുക, സ്വൈപ്പ് ചെയ്യുക. സോ 2 കാര്യങ്ങളാണ് നടക്കുന്നത്. സർഫസിലുള്ള ഒരു സർഫസ് അബറേഷൻ, അത് കുറച്ച് നമുക്ക് അവിടെ ഉള്ള ഒരു സർഫസിൽ പറ്റി പിടിച്ചിരിക്കുന്ന കാര്യങ്ങൾ മൂവ് ചെയ്യാനും ഈ സ്വൈപ്പിംഗ് മോഷനിൽ കൂടെ ആ മൂവ് ചെയ്ത സാധനങ്ങളെ താഴേക്ക് പുഷ് ചെയ്യാനും കൂടെയാണ്. പ്ലസ് അത് പല്ലുകളുടെ ഇടയിൽ കൂടെയും ഈ ബ്രിസിൽസ് ഇറങ്ങിക്കൊണ്ട് ഇത് കൃത്യമായിട്ട് അതിൻ്റെ ആ അഴുക്കിനൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഏറ്റവും സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നൊരു കാര്യം വെച്ചാൽ ഇത് ഫുള്ളായിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഈ ഉൾഭാഗങ്ങൾ വൃത്തിയായിട്ട് ബ്രഷ് ചെയ്യാറില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതേ രീതിയിൽ തന്നെ ഉൾഭാഗങ്ങളിലും ഈ മോഷനിൽ തന്നെ നമ്മൾ ടു ആൻഡ് ഫ്രം മോഷൻ സ്വൈപ്പ് അപ്പ്, ടു ആൻഡ് ഫ്രം മോഷൻ സ്വൈപ്പ് അപ്പ്, ടു ആൻഡ് ഫ്രം മോഷൻ സ്വൈപ്പ് അപ്പ്. അതുപോലെ തന്നെ മുകളിൽ നിന്നാണ് ടു ആൻഡ് ഫ്രം മോഷൻ സ്വൈപ്പ് ഡൗൺ. അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ ബാസ് ടെക്നിക്കിൻ്റെ രീതി. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെറിയ കുട്ടികളാണ്, ചെറിയ കുട്ടികളിൽ നമുക്ക് ഈ ബ്രഷിങ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് അവർക്ക് ഈ കയ്യിൽ ഇത് ഹോൾഡ് ചെയ്യാനും കൃത്യമായിട്ട് ഉപയോഗിക്കാനും ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് പ്രായമുള്ള ആൾക്കാർ, ഇവർക്കൊന്നും ഈ പറഞ്ഞ കൺട്രോൾഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഒരു സർക്കുലർ മോഷനിലുള്ള ടെക്നിക്ക്. അതിന് നമ്മൾ ഫോൺസ് ടെക്നിക്ക് എന്ന് പറയും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ റൗണ്ടായിട്ട് മുകളിലെയും താഴത്തെയും പല്ലുകളെ ഇങ്ങനെ റൗണ്ടായിട്ട് ഓരോ ഏരിയാസും നമ്മൾ ബ്രഷ് ചെയ്ത് ഓരോ ഏരിയാസും ചെയ്ത് സ്വൈപ്പ് ചെയ്ത് താഴേക്ക് കളയുക എന്നുള്ളതാണ് ആ ഒരു ടെക്നിക്കിൻ്റെ രീതി. അത് ഹാൻഡ് ഡെക്സ്ട്രിറ്റി കിട്ടാത്ത ആൾക്കാരിലാണ്, അതായത് കുട്ടികളിലും ഏറ്റവും വളരെ ചെറിയ കുട്ടികളിലും ഒത്തിരി പ്രായമുള്ള ആളുകളിലുമാണ് ഇത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ല ഡെക്സ്ട്രിറ്റി ഉള്ള ആൾക്കാർക്കും, രണ്ടാമത്തെ ടെക്നിക്ക് നമ്മൾ കുട്ടികൾക്കും ഒരുപാട് പ്രായമുള്ള ആളുകൾക്കുമാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഈ ചെറിയ കുട്ടികൾക്കൊക്കെ, എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചിയുടെ മക്കളൊക്കെ ഉണ്ട്, അപ്പൊ ഇവരൊക്കെ പല്ല് തേപ്പിക്കാന്ന് വെച്ചാൽ ഭയങ്കര ടാസ്ക് ആണ്. പല്ല് തേക്കുകയില്ല.
ഇപ്പൊ ചിലപ്പോ റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, പല്ലിന് കേടാണെന്ന്, അല്ലെ പല്ലില് വല്ല പ്രാണി വന്നിരിക്കുന്നു പറഞ്ഞിട്ടാണ് ഇവരെ പല്ല് തേപ്പിക്കാൻ. വിശ്വസിപ്പിച്ച് പല്ല് തേപ്പിക്കേണ്ട അവസ്ഥയാണ്. ബ്രഷ് എടുക്കുകയില്ല, നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ കരച്ചില്, വാശി, ഇതൊക്കെയാണ്. ഈ ചെറിയ പിള്ളേർക്ക് പല്ല് തേക്കാൻ വല്ല മെത്തേഡുകളൊക്കെ ഉണ്ടോ ഡോക്ടറെ? ഡെഫിനറ്റ്ലി ഉണ്ട്. നമ്മൾ എന്താ വെച്ചാൽ ഇതൊരു ശീലം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമ്മൾ ഈ ഓറൽ ഹൈജീനില്. ഈ ശീലം ആക്കിയെടുക്കുന്നതാണ് ആദ്യത്തെ കാര്യം. അപ്പൊ പലപ്പോഴും ഈ ബ്രഷ് എടുക്കുമ്പോൾ കുട്ടികൾ ഓടുന്നതിന്റെ മെയിൻ കാരണം ഈ ഒന്നാമത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്കറിയില്ല ഇവരുടെ വായ എത്ര ഡെലിക്കേറ്റ് ആണെന്നുള്ളത്. കുട്ടികളുടെ വായ ഭയങ്കര ഡെലിക്കേറ്റ് ആണ്. അപ്പൊ നമ്മളൊരു ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കാണിക്കുമ്പോൾ അത് അവരുടെ വായയിൽ അവർക്ക് കംഫർട്ടബിൾ ആണോ, അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അത്ര അവെയർ അല്ല. നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഫോഴ്സ് എന്തോരം ഉണ്ട്, അവർക്ക് അത് എത്ര കംഫർട്ടബിൾ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അതൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ അതിനാണ് ഞാൻ നേരത്തെ ഫോൺസ് ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ട് സർക്കുലർ ടെക്നിക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരോട് ഇൻസ്റ്റെഡ് ഓഫ് അത് ചെയ്യരുത് ഇന്നമാതിരി അവരെ പേടിപ്പിക്കുന്നതിനേക്കാളും അവരെ ഗൈഡ് ചെയ്യുക, ഇങ്ങനെയാണ് റൗണ്ട് സർക്കുലർ മോഷനിൽ ഇങ്ങനെ മൂവ് ചെയ്യിക്കുക എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക. അതൊരു രീതി. കൊച്ചു കുട്ടികൾക്കും പ്രായമായിട്ടുള്ളവർക്കും കൈക്ക് ഡെക്സ്റ്റിറിറ്റി കുറവായിരിക്കും. അവർക്ക് ഒരു ബ്രഷ് എടുത്താൽ ഒരു ബ്രഷ് ഇങ്ങനെ പിടിക്കാനുള്ള ഹാൻഡിൽ ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് ആ ഡെക്സ്റ്റിറിറ്റി ആയിട്ടുണ്ടാവില്ല. നമ്മൾ മനസ്സിലാക്കണം, അവരുടെ ന്യൂറൽ കൺട്രോൾ ഡെവലപ്പ് ആയിട്ടില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരുന്നു ആക്ച്വലി ഇലക്ട്രിക് ബ്രഷ് ഇൻവെന്റ് ചെയ്തത്. പ്രായമുള്ള ആളുകൾക്കും കൊച്ചു കുട്ടികൾക്കും വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോ ഈ സാധനം വിൽക്കണം. അപ്പൊ എല്ലാവർക്കും ഇലക്ട്രിക് ബ്രഷ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ ഡിസൈൻഡ് ആയേക്കണം. അതിന്റെ ഉള്ളിലുള്ള സർക്കുലറും വൈബ്രേറ്ററി ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആക്ച്വലി ഫോൺസ് ടെക്നിക്കിന്റെയും ബാസ് ടെക്നിക്കിന്റെ ഒക്കെ കോമ്പിനേഷൻ ആണ്. സോ ബേസിക്കലി ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ തന്നെ ക്ലീനിങ് നടക്കും ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ആണെങ്കിൽ. പക്ഷെ കുട്ടികളിൽ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ഇത് അപ്പോഴും ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ആണെങ്കിലും അവർക്ക് ചിലപ്പോൾ അതിലേക്ക് അങ്ങ് ആവാൻ ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് ഈസി ആയിട്ട് ചെയ്യാവുന്നത് ഈ സർക്കുലർ ടെക്നിക്കാണ്. ഇങ്ങനെയുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അവർക്ക് ഉപയോഗിക്കുമ്പോൾ ഒത്തിരി ഹാർഡ് ആയിട്ടുള്ള ബ്രഷ് കൊടുക്കാതിരിക്കുക. ഒരുപാട് ബ്രഷുകൾ വിത്ത് സൂപ്പർ ഹീറോന്റെ മതി ഇതൊക്കെ കൊള്ളുകൊണ്ട് അവർക്ക് ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. ചില കുട്ടികൾക്ക് അത് വിമുഖത കാണിക്കുന്നുണ്ടെങ്കിൽ എന്റെ കയ്യിൽ വേറൊരു സാധനമുണ്ട്. ഈ ഇടയ്ക്ക് ഞാൻ തന്നെ എന്റെ മോന് തപ്പിക്കൊണ്ടിരുന്ന സമയത്ത് ഞാനും അത്ര അവെയർ ആയിരുന്നില്ല. ദർ ഇസ് സംതിങ് കോൾഡ് ആസ് യു ഷേപ്ഡ് ബ്രഷ്. ഓക്കെ, ഇത് ബേസിക്കലി നമ്മൾ ഇതിലൊരു ടൂത്ത് പേസ്റ്റിന്റെയോ ഫോമോ നമ്മൾ ഇച്ചിരി ഇട്ട് കൊടുക്കുക, വളരെ മിനിമൽ ആയിട്ട് ഇട്ട് കൊടുക്കുക, നനച്ചിട്ട് വായിലേക്ക് കൊടുത്തിട്ട് ദേ ക്യാൻ ജസ്റ്റ് മൂവ് ഇറ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇത് ഇങ്ങനെ മൂവ് ചെയ്യാം. പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, ബിക്കോസ് അതിന്റെ ബ്രിസിൽസ് ഡിസൈൻ ചെയ്തേക്കുന്നത് മുകളിലും താഴെയും ഫ്രണ്ടിലും ബാക്കിലും ഉള്ളിലും ഒക്കെ ക്ലീൻ ചെയ്യാവുന്ന രീതിയിലാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പൊ ഇങ്ങനെ ഒരു സാധനം അവൈലബിൾ ആണ് ഫോർ ഇതൊരു 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ അവൈലബിൾ ആണ്. ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. യു ഷേപ്പ് ബ്രഷ്, യു ഷേപ്പ് ബ്രഷ് എന്ന് അടിച്ചാൽ കിട്ടും. ആൻഡ് ഇറ്റ്സ് നോട്ട് വെരി എക്സ്പെൻസീവ്. ഈ സാധനത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാല് പിള്ളേർക്ക് ഇത് ഭയങ്കര ഫണ്ണാണ് ഉപയോഗിക്കാൻ. വായിൽ വെക്കുക, ഇങ്ങനെ മൂവ് ചെയ്യുക, ഇങ്ങനെ ചെയ്യുക. സോ സൂൺ ആഫ്റ്റർ ദാറ്റ് അവർ പയ്യെ ബാക്കിയുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന പോലെ ബ്രഷിലേക്ക് അവർ തന്നെ വന്നോളും. ബേസിക്കലി എനിക്ക് മനസ്സിലായിട്ടുള്ളത് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇതിലെ കാര്യം. മറ്റേതെന്ന് വെച്ചാൽ ഇവർ ബ്രഷ് ചെയ്യുന്നുണ്ടോന്ന് പോലും നമ്മൾ അറിയില്ല. നമ്മൾ കൊടുത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ പേസ്റ്റും തിന്നിട്ട് അവർ പോകും. സോ ഐ ബീൻ സീയിങ് ഇറ്റ്. അപ്പൊ ഞാൻ ഈ കുട്ടികളെ ഇത് കാണുന്നോണ്ട് ഇത് ദേ എൻജോയ് ഇറ്റ്. കാരണം ഇത് അത്ര ഹാർഡ് ബ്രസിൽസ് അല്ല, ബട്ട് ഇറ്റ് ക്ലീൻസ്. ഓക്കെ, നമ്മൾ വായിൽ വെക്കുന്നു, ഇവർക്ക് ഇത് മൂവ് ചെയ്യാൻ പറ്റുന്നു. ഈ യു ഷേപ്ഡ് എന്ന് പറയുമ്പോൾ ഇത് ഓൾമോസ്റ്റ് അവരുടെ ആ കുഞ്ഞു വായിൽ അത്യാവശ്യം എത്തേണ്ടോടത്തേക്ക് എത്തും. നമ്മൾ ബ്രഷ് ചെയ്യാൻ നമ്മൾ തന്നെ ഫോഴ്സ്ഫുള്ളി ചെയ്താൽ ചിലപ്പോൾ അവർ സമ്മതിക്കില്ല, കരച്ചിലും ബഹളമായിട്ട് അങ്ങ് മാറും. ദിസ് തിങ് ഇസ് വെരി ഈസി. ഞാൻ റീസെന്റ് ആയിട്ട് ഞാൻ കണ്ടു, എനിക്ക് അറിയാൻ പാടാത്തോണ്ടാണ് കേട്ടോ, ചിലപ്പോൾ ബാക്കി ഡോക്ടേഴ്സിനെ അറിയായിരിക്കും. ഈ സാധനം അവൈലബിൾ ആണ്. ഇറ്റ്സ് വെരി ഈസി ടു യൂസ് ടു, വെരി കൺവീനിയന്റ്. ഇത് അവർക്ക് കൊടുത്താൽ അവരത് യൂസ് ചെയ്തോളും. അപ്പം യു ഷേപ്പ് ബ്രഷ് യു ക്യാൻ ട്രൈ. എനിക്ക് കുട്ടികൾക്ക് ഇത് നല്ലതായിരിക്കും.